പാകിസ്ഥാനെ മുട്ടിലിഴഞ്ഞു വാ എന്ന് ICC പറഞ്ഞപ്പോൾ അക്ഷരം പ്രതി കേട്ട് നിലപാടുകളിൽ നിന്നും മാറി ഒറ്റ രാത്രി കൊണ്ട് തന്നെ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞ പാകിസ്ഥാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണണമെങ്കിൽ ഇപ്പൊ കണ്ണു തുറന്ന് കണ്ടോ. ICC T20 ലോകകപ്പിൽ 15-ാം തീയതി ഇന്ത്യക്കെതിരെ ഞങ്ങൾ കളിക്കില്ല, ഞങ്ങൾക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒറ്റ ഗവൺമെൻറ്റേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒറ്റ പ്രധാനമന്ത്രിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രധാനമന്ത്രി തന്നെ പുറത്തു വന്നു. അതായത് ഷഹബാസ് ഷെരീഫ് തന്നെ പറഞ്ഞ കാര്യമാണ് പാകിസ്ഥാൻ കളിക്കില്ല എന്നുള്ളത്. അങ്ങനെ ഒരു നിലപാടിൽ നിന്നും പാകിസ്ഥാൻ ഇതൊക്കെ തെയ്യെന്ന് പറഞ്ഞ് ഒറ്റ മലക്കം മറിയലാണ്. എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം ലാഹോറിൽ വെച്ച് ICCയുടെ 2 പ്രതിനിധികൾ, ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ പ്രതിനിധി, ഇവരെല്ലാവരും ചേർന്ന് PCB പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡുമായിട്ട് ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ കൃത്യമായിട്ട് തന്നെ ICC പറയുന്നു, നിങ്ങൾ ബഹിഷ്കരണമൊക്കെ കൊള്ളാം, പക്ഷേ ഇതിന് വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒന്ന്, പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന ഒരു ഹ്യൂജ് മാസീവ് ലോസ്. അത് 2 കോടിയോ 200 കോടിയോ ഒന്നും അല്ല, ആയിരക്കണക്കിന് കോടി രൂപ വരും പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന ഒരു ലോസ് എന്ന് പറയുന്നത്. അത് പാകിസ്ഥാനെ കൊണ്ട് താങ്ങാൻ കഴിയുന്ന കാര്യമല്ല. ഒന്നാമതേ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് അവർക്കറിയാം. പാകിസ്ഥാൻ സൂപ്പർ ലീഗിലൊക്കെ ഒരു മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് കൊടുക്കുന്ന ട്രോഫി നിങ്ങൾ കാണുന്നത് ഹെയർ ഡ്രയറൊക്കെയാണ് കൊടുക്കുന്നത്. അത്രയും ഒരു ഗതികെട്ട ലീഗിലേക്ക് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മാറിയിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, പാകിസ്ഥാൻ സൂപ്പർ ലീഗ് വിടും, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എടുത്തോ, പാകിസ്ഥാൻ നാഷണൽ ടീം എടുത്തോ, അതുപോലും വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അവർക്ക് അങ്ങോട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി നിങ്ങൾ എടുത്തു നോക്കി, 2024 ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാൻ ഹോസ്റ്റായിരുന്നു. പാകിസ്ഥാൻ പാകിസ്ഥാൻ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ പുറത്തായി. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു വലിയ നഷ്ടം അവർക്ക് അവിടെ നിന്നും കിട്ടി. ഇനി രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെൻറ്റിൽ നിന്നും അവർ പിന്മാറാനുള്ള കാരണമായിട്ട് അവർ പറഞ്ഞത്, ഞങ്ങൾ ബംഗ്ലാദേശിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നതാണ്. ബംഗ്ലാദേശ് പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ ദിവസത്തെ പ്രസ് റിലീസിൽ ബംഗ്ലാദേശ് പറഞ്ഞൊരു കാര്യം, പാകിസ്ഥാൻ ഞങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഞങ്ങളും ICC തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷേ പാകിസ്ഥാൻ പോയിട്ട് ഇന്ത്യക്കെതിരെ കളിക്കണമെന്നാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ പ്രസ് റിലീസിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി പാകിസ്ഥാൻ എന്താ പറയാൻ പോകുന്നത്? ബംഗ്ലാദേശിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാറുന്നത്. ഇനിയിപ്പോൾ ബംഗ്ലാദേശ് തന്നെ പറയുകയാണ്, ഞങ്ങൾ കളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതുകൊണ്ട് ഞങ്ങൾ കളിക്കാം എന്നാണ് പാകിസ്ഥാൻ ഇനി പറയാൻ പോകുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ആ ന്യായങ്ങൾ തന്നെ നിരത്തും, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ ICCയിൽ നിന്നും കൃത്യമായി കിട്ടിയ നിലപാടുകൾ അത് പാകിസ്ഥാനെ ബാധിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് ശക്തമായ രീതിയിൽ എന്ത് പറയണമെന്ന് പോലും പറയാൻ കഴിയാതെ വിറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല, കത്രിക പൂട്ടിരിക്കുകയാണ് ICC. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നിന്നതുകൊണ്ട് തന്നെ ശരി ഞങ്ങൾ വന്ന് കളിക്കാം എന്ന് പറയുകയാണ്. കൊളംബോയിലാണ് മത്സരം നടക്കുന്നത്. മത്സരം 15-ാം തീയതി തന്നെ നടക്കും. ഒരു തർക്കവും ഇവിടെ ആർക്കും വേണ്ട. ക്രിക്കറ്റിംഗിലെ റൈവൽറി എന്ന് വിളിക്കാൻ കഴിയുന്ന ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ആഷസിന് ശേഷം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം 15-ാം തീയതി തന്നെ നടക്കും. പാകിസ്ഥാൻ മുട്ടിലിഴയുന്ന കാഴ്ച, ICCയുടെയും BCCയുടെയും മുന്നിൽ മുട്ടിലിഴയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ നിന്ന് തന്നെ ഉണ്ടായത്. ഇത് ആദ്യം ഈ ബഹിഷ്കരണം തന്നെ പ്ലാൻ ചെയ്ത സമയത്ത്, ഒന്നുകിൽ ബഹിഷ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ ടൂർണമെൻറ്റ് ബഹിഷ്കരിക്കണം. ബംഗ്ലാദേശ് കാണിച്ചത് അതാണ്. അതായത് ബംഗ്ലാദേശ് എന്താ പറഞ്ഞത്? ഞങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തു, ഞങ്ങളുടെ ഒരു പ്ലെയറിനെ കളിപ്പിക്കില്ല. അതായത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുസ്തഫീസുർ റഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എടുത്തതിന് ശേഷമാണ് പിന്നീട് ബംഗ്ലാദേശ് കളിക്കാർ ആരും തന്നെ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് BCCI എത്തിയത്. അങ്ങനെ ഞങ്ങളുടെ ഒരു പ്ലെയറിനെ അപമാനിച്ചു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കളിക്കില്ല, ഞങ്ങൾ ഇന്ത്യയിൽ വന്ന് കളിക്കില്ല, ഞങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബംഗ്ലാദേശ് ടീം T20 ലോകകപ്പിൽ തന്നെ മാറിയത്. പകരം ICC എന്ത് ചെയ്തു? ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലൻഡിനെ ഫിക്സ് ചെയ്തു. സ്കോട്ട്ലൻഡാണ് ഇപ്പോൾ T20 ലോകകപ്പ് കളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറ്റലിക്കെതിരായ മത്സരം അവർ ജയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ മുന്നിലുള്ള കണക്കുകളാണ്. അപ്പം ബംഗ്ലാദേശ് ആവട്ടെ ഈ ടൂർണമെൻറ്റിൽ നിന്ന് മാറി നിൽക്കുന്നു. ബംഗ്ലാദേശിന് അപ്പോൾ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ICCയുടെ പ്രസ് റിലീസിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബംഗ്ലാദേശിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെ ഒരു നടപടിയിലേക്ക് ICC പോകുന്നില്ല എന്നതും കൂടി വ്യക്തമാക്കട്ടെ. ബംഗ്ലാദേശിൽ വെച്ചിട്ട് ഒരു ബയലാട്രൽ സീരീസ് ഒക്കെ നടത്താമെന്നോ അല്ലെങ്കിൽ ഒരു പരിപാടി നടത്താമെന്നൊക്കെയാണ് ICC പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നൊന്നും അറിയില്ല. എന്നാൽ പോലും ബംഗ്ലാദേശിനെതിരെ ശക്തമായ നടപടിയിലേക്ക് ICC നീങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെതിരെ നീങ്ങും. എന്നാൽ പാകിസ്ഥാൻ ഇപ്പോൾ എന്താ വിഷയം? ബംഗ്ലാദേശിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിങ്ങൾ ടൂർണമെൻറ്റിൽ നിന്നും പിന്മാറണം. അല്ലാതെ ഇന്ത്യക്കെതിരായിട്ടുള്ള മത്സരങ്ങൾ മാത്രം കളിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയല്ല. അങ്ങനെ നടക്കാനും പറ്റില്ല. അങ്ങനെ നടത്തിയാൽ തന്നെ ഈ മത്സരത്തിൽ നിന്നും കിട്ടുന്ന റവന്യൂ മുഴുവൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൽ നിന്നും ഈടാക്കേണ്ടി വരും. അതായത് ഏകദേശം ഒരു 4200 കോടിയോളം രൂപ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കൊടുക്കേണ്ടി വരും. അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല അത്. 4200 കോടി രൂപയെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ICCക്ക് കൊടുക്കാൻ. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു ശരി ഓക്കെ ഞങ്ങളൊന്ന് കളിക്കാം, കുഴപ്പമില്ല എന്നുള്ളത്.
എന്തായാലും നിലപാട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് പാകിസ്ഥാനില്ല എന്നത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം എന്നതും കൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്രയും വലിയൊരു സാഹചര്യത്തിലേക്ക് ക്രിക്കറ്റ് ലോകം പോയി. അവസാന നിമിഷം നമുക്കിത് അറിയാമല്ലോ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള മത്സരം കളിക്കുമെന്നൊക്കെ അറിയാം. കാരണം പാകിസ്ഥാൻ ഇതൊക്കെ ഇതുപോലെ പറയും, അവസാനം 2 വിരട്ടുമ്പോഴേക്കും പാകിസ്ഥാൻ ഓക്കെ പറയും. ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വിരട്ട് കൃത്യമായിട്ട് തന്നെ കൊണ്ടു, ICC കൃത്യമായിട്ട് തന്നെ സ്റ്റാൻഡ് എടുത്തു. ഒരു അനുനയ ചർച്ചകൾ ഇതിന് മുമ്പ് നടത്തിയിരുന്നു. ICC PCBയുമായിട്ട് മുന്നേ ഇതുപോലെ അനുനയ ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടൊന്നും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വളരെ കർശനമായ രീതിയിൽ തന്നെ ICC അവരുടെ നിലപാട് അറിയിച്ചതിന് ശേഷം ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അതിനെ സമ്മതിക്കുകയായിരുന്നു, സമ്മതം മൂളുകയായിരുന്നു. എന്തായാലും 15-ാം തീയതി ഏറ്റവും കൂടുതൽ അക്ഷമരായി ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുകയാണ്. T20 ലോകകപ്പിലെ തന്നെ ഏറ്റവും ഫയർ മത്സരം, ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം 15-ാം തീയതി തന്നെ നടക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.